ജനപ്രതിനിധികൾ നിയമം പാലിക്കേണ്ടവരാണ്, നിയമം നടപ്പിലാക്കേണ്ടവരാണ്. എന്നാൽ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ തന്നെ നിരന്തരം റോഡ് നിയമങ്ങൾ ലംഘിച്ചാലോ? അതൊരു വലിയ വാർത്ത മാത്രമല്ല, ഗുരുതരമായൊരു സാമൂഹിക രാഷ്ട്രീയ ചർച്ച കൂടിയാണ്. പറഞ്ഞു വന്നത് പുതുപ്പള്ളി എം.എൽ.എ. ചാണ്ടിയുമ്മന്റെ വാഹനവുമായി ബന്ധപ്പെട്ടാണ്. ചാണ്ടിയുമ്മൻ എം.എൽ.എ. ഉപയോഗിക്കുന്ന വാഹനം, അതായത് അദ്ദേഹത്തിന്റെ സഹോദരി അച്ചു ഉമ്മന്റെ ഉടമസ്ഥതയിലുള്ള ഇന്നോവ കാർ, 2023 ജൂലൈ മുതൽ 2026 ജൂലൈ വരെയുള്ള 3 വർഷത്തെ കാലയളവിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചത് എത്ര തവണയാണെന്നറിയാമോ? ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കൃത്യം 57 തവണ. സർക്കാരിലേക്ക് അടയ്ക്കേണ്ട മൊത്തം പിഴത്തുക 42,000 രൂപ. പുതുപ്പള്ളിയുടെ യുവ എം.എൽ.എ. എന്ന നിലയിൽ ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും ഏറ്റുവാങ്ങി സഭയിലെത്തിയ ചാണ്ടിയുമ്മൻ സാധാരണക്കാരന് മാതൃകയാകേണ്ട ആളാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ യാത്രകൾക്കായി ഉപയോഗിക്കുന്ന വാഹനം ഇത്തരത്തിൽ നിരന്തരം ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ ആയുധമായി മാറിയിരിക്കുകയാണ്. ഈ വാർത്തയിലെ ഏറ്റവും കൗതുകകരവും ഗൗരവമേറിയതുമായ മറ്റൊരു വശം മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടപെടലാണ്. സാധാരണക്കാരായ ഡ്രൈവർമാർ ചെറിയൊരു ട്രാഫിക് ലംഘനം നടത്തിയാൽ ഉടൻ തന്നെ പിഴ ഈടാക്കാനും ലൈസൻസ് റദ്ദാക്കാനും മുന്നിൽ നിൽക്കുന്ന MVD ഉദ്യോഗസ്ഥർ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ വാഹനങ്ങൾക്കു നേരെ കണ്ണടയ്ക്കുന്നു എന്ന ആക്ഷേപം കാലാകാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ ഒരു പടി മുകളിലാണ്. ഈ വാഹനത്തിന് ഇത്രയധികം പിഴകൾ വന്നിട്ടും നിയമപരമായ നടപടികൾ വൈകിയെന്നോ അതോ വകുപ്പ് തലത്തിൽ പ്രത്യേക പരിഗണന ലഭിച്ചുവെന്നോ ഉള്ള ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് MVD ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്നും അമർഷത്തിന്റെ സ്വരങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നത്. ജനപ്രതിനിധികൾ തന്നെ നിയമം ലംഘിച്ച് റോഡിലൂടെ പായുമ്പോൾ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ എന്തു ചെയ്യണമെന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് ഇത് ഉയർത്തുന്നത്. ഒരു വശത്ത് കർശനമായ നിയമങ്ങൾ നടപ്പാക്കാൻ സർക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും നിർദ്ദേശം നൽകുമ്പോൾ, മറുവശത്ത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പ്രമുഖ നേതാക്കളുടെ വാഹനങ്ങൾ നിയമം ലംഘിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കേണ്ട ഗതികേടിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. സാധാരണക്കാരന്റെയും VIP-കളുടെ നിയമം രണ്ടാണോ? സാധാരണക്കാരന്റെ വാഹനത്തിൽ ഫാസ്ടാഗ് ബാലൻസ് തീർന്നാൽ പോലും ക്യാമറ കണ്ണുകൾ മിന്നുകയും വലിയ തുക പിഴയായി അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യുന്ന കാലമാണിത്. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ തിരഞ്ഞെടുത്ത് വിട്ട ഒരു ജനപ്രതിനിധി ഉപയോഗിക്കുന്ന വാഹനം 3 വർഷത്തിനുള്ളിൽ 57 തവണ നിയമം ലംഘിച്ചിട്ടും അത് വാർത്തയാകുന്നതുവരെ അധികൃതർ മൗനം പാലിച്ചു എന്നത് ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഇത് വെറും ഒരു സാങ്കേതിക പിഴയുടെയോ പണമടയ്ക്കാത്തതിന്റെയോ പ്രശ്നമല്ല, മറിച്ച് ജനപ്രതിനിധികൾ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന വലിയ ചോദ്യമാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ അതോ VIP സംസ്കാരത്തിന് പ്രത്യേക ഇളവുകളുണ്ടോ എന്ന ചോദ്യം കേരളത്തിലെ ഓരോ പൗരനും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. മാധ്യമങ്ങളുടെ നിതാന്ത ജാഗ്രതയാണ് ഇത്തരം വിവരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിലും പുതുപ്പള്ളിയുടെ നിലവിലുള്ള ജനപ്രതിനിധി എന്ന നിലയിലും ചാണ്ടിയുമ്മന് വലിയൊരു ആരാധക വൃന്ദമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്യുന്നു. നിയമലംഘനങ്ങളുടെ എണ്ണം 57 എന്നത് ചെറിയൊരു സംഖ്യയല്ല. ഒരു വർഷത്തിൽ ശരാശരി 19 തവണയെങ്കിലും ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് വാഹനമോടിക്കുന്നവരുടെ അതീവ ശ്രദ്ധക്കുറവിനെയോ അതല്ലെങ്കിൽ നിയമങ്ങളോടുള്ള പുച്ഛത്തെയോ ആണ് കാണിക്കുന്നത് എന്ന വിമർശനം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. 42,000 രൂപ പിഴ ഒടുക്കേണ്ടി വരുന്ന ഈ സാഹചര്യം MLA ഓഫീസ് എങ്ങനെ വിശദീകരിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വാഹനം സഹോദരിയുടേതാണെങ്കിലും ഉപയോഗിക്കുന്നത് MLA ആയതുകൊണ്ട് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. റോഡ് സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ സ്വന്തം യാത്രകളിൽ ഇത് എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ സംഭവം.